അപ്പൊ ഗൈസ് കൊടകര ഷഷ്ടിക്ക് പോണേക്ക് മുന്നേ ഗോകുലിന് ചെരുപ്പ് മേടിക്കാൻ വന്നേക്കാം. അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ചെരുപ്പ് മേടിച്ച് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിഞ്ഞ് സേതുന്റെ അച്ചാച്ചന്റെ വീട്ടിൽ വരെ ഞങ്ങൾ എത്തി. അവിടെ കുറച്ചേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്തു. ഇപ്പൊ വലിയ തിരക്കില്ല, പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കില്ല സ്ഥിതി. അങ്ങനെ ഞങ്ങൾ ശിവയുടെ പരിപാടിയുടെ അവിടേക്ക് എത്തി. കഴിഞ്ഞ കൊല്ലം ഇത് റണ്ണിങ് ആയിരുന്നു വണ്ടിയിൽ. ഇത് ഈ പ്രാവശ്യം സ്റ്റില്ലായിട്ട് വെച്ചേക്കണം. വണ്ടിയിൽ ഇത് കൊണ്ടുപോകുന്ന തന്നെയായിരുന്നു വൈബ്. വേറെ എന്തൊക്കെയോ ഇഷ്യൂ കാരണം അവരത് നിർത്തി. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് സേതുന്റെ അച്ചാച്ചന്റെ വീടിന്റെ അവിടേക്ക് വന്നപ്പോ അതേ ഫുള്ളൂടെ പരിപാടി തുടങ്ങി. ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിലായി. അവസാനം ഗോകുലും സച്ചും കൂടി വീട്ടിലേക്ക് വണ്ടി കയറ്റിയിട്ടാ. ഗോകുലിന് വിശക്കെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ ഫുഡ് അടി തുടങ്ങി. അമ്മ നല്ല ചിക്കനും അച്ചാറും അവിയിലും പപ്പടവും കൂട്ടി നല്ലൊരു ഫുഡ് തന്നു. ഗോകുൽ നല്ല ബൾക്കിങ്ങിന് വേണ്ടി തന്നെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ക്ഷീണത്തിൽ കുറച്ചു നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു. പിന്നെ ഞങ്ങൾ നൈസായിട്ട് പരിപാടി കാണാനൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പൊ പരിപാടിക്ക് വന്നവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഒരു ലവ് ഇട്ട്. എനിക്ക് ഈ കവടി പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി വൈബാണ് ഇത്. സത്യം പറഞ്ഞ ഈ സാധനങ്ങളൊന്നും മര്യാദയ്ക്ക് പൊന്തുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങടെ അടക്കാം ഇങ്ങടെ അടക്കാം. ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. ഒറിജിനൽ നോട്ടാന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും എടുക്കാൻ പോയി ഒന്ന് കമന്റ് ഇടണേ. അങ്ങനെ നടന്നത് കൊടകര എത്തി. ഒടുക്കത്തെ തിരക്ക്. ചന്ദ്രൻ ഞങ്ങളോട് ബായ് പറഞ്ഞു. അവന്റെ ചേട്ടന്മാരൊപ്പം പോയി. നടന്ന് ഉപ്പടളക്കിയിട്ട് ഞങ്ങൾ ആ കടയുടെ ഫ്രണ്ടിലായിരുന്നു. ഒക്കത്തിന് ഉറക്കൊക്കെ വന്നു തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള സെറ്റപ്പിലായി തുടങ്ങി. എല്ലാ സെറ്റുകളും കയറി തുടങ്ങിയിട്ടുണ്ട് നൈസായി. ഞങ്ങൾ തിരിച്ചടക്കാൻ പോയപ്പോഴാണ് അപ്പുമോനും ഉണ്ണിമോനും കണ്ടത്. അവന്മാരുടെ അടുത്തെത്തിയപ്പോഴാണ് വൈബായത്. അങ്ങനെ അവന്മാരോട് ബായ് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ കട്ടനും പുട്ടിന്റെ അവിടേക്ക് എത്തി. ഞാൻ ഒരു പഴംപൊരി ഓർഡർ ചെയ്ത് ഞാൻ കഴിക്കാൻ തുടങ്ങി. സേതും സച്ചും ഗോകുലും വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തോണ്ടിരിക്കണം അവിടെ. ഏതാ ബ്യൂട്ടി സാധനം നിഞ്ച. കടയ്ക്ക് ഞങ്ങൾ നോക്കുകുത്തിയായിരിക്കാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വന്ന എത്ര മണിക്കാണ് വണ്ടി ചായ കുടിക്കാൻ വന്നത്? അപ്പൊ ഒരു കട കൂട്ടാൻ പോകാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഫോളോ ചെയ്തവർക്കൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പൊ ഓക്കെ ബൈ.